ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നല്ല ഫ്രഷ് കൂർക്കയാണ് കേട്ടോ. ഇത് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ഒട്ടും കറ കയ്യിൽ പറ്റാതെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടത് ഒരു പഴയ തുണി മാത്രമാണ്. ഇത് പഴയൊരു തുണി എടുത്ത് നമ്മളിത് തുണി കൂട്ടി ചുരുട്ടി പിടിക്കുക. അതിനുശേഷം കല്ലിലിട്ട് തിരുമ്മിയാൽ മാത്രം മതി. നല്ലപോലെ ഇതിൻ്റെ തൊണ്ടൊക്കെ പോയി നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള കൂർക്ക കിട്ടും. പഴയ തുണിയോ അതല്ലെങ്കിൽ ചാക്കോ ഒക്കെ നല്ലതാണ്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കറ ഒട്ടും കയ്യിൽ പിടിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അതല്ലാന്നുണ്ടെങ്കിൽ കൂർക്കയൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് കയ്യിൽ നല്ലപോലെ കറ പിടിക്കും. പിന്നെ ഒരു 2 ദിവസം കറ എന്തായാലും കയ്യിൽ നിന്ന് പോവില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഒട്ടും കയ്യിൽ കറ പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. വളരെ ഈസിയാണ് ഇതുപോലെ തൊണ്ട് കളഞ്ഞെടുക്കാനായിട്ട്. നല്ലപോലെ തൊണ്ട് പോകുന്നുണ്ട്. കുറച്ച് നേരം കൂടി നമുക്കിതുപോലെ ഒന്ന് കല്ലിലിട്ട് തിരുമ്മിയെടുക്കാം. അതാകുമ്പോൾ മുഴുവൻ തൊലിയും പോയി കിട്ടും. ഇപ്പോൾ കൂർക്കയെല്ലാം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ചിലതിൻ്റെ മാത്രം തൊണ്ട് പോകാതെയുണ്ട്. അത് കഴുകുന്ന സമയത്ത് ബാക്കി തൊണ്ട് പൊക്കോളും. നമുക്ക് ഈ തൊണ്ടിനകത്തുനിന്ന് കൂർക്കയെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലപോലെ തൊണ്ട് കളഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നാര് മാത്രം ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. രണ്ടറ്റത്തും കുറച്ച് നാര് കാണും, വേരാണ്. അപ്പോൾ അതൊന്ന് ചെത്തിക്കളഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂർക്ക റെഡിയാണ്. ഇനി ഈ കൂർക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അതിൻ്റെ രണ്ടറ്റത്തായിട്ട് കുറച്ച് വേര് കാര്യങ്ങളുണ്ട്, അതൊന്ന് ചെത്തിക്കളഞ്ഞെടുക്കാം. കൂർക്കയെല്ലാം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞുകൂടി എടുക്കുന്നുണ്ട്. അതിനുശേഷം എങ്ങനെയാണ് കറി പാകം ചെയ്യുന്നതെന്ന് നോക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്തതിന് ശേഷം അടുത്തായിട്ട് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. കൂർക്ക തോരനായാലും മെഴുക്കുവരട്ടിക്കാണേലും തേങ്ങാക്കൊത്ത് മസ്റ്റാണ്. തേങ്ങാക്കൊത്തോടു കൂടി കൂർക്ക കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇത് പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് മൂപ്പിക്കുന്നില്ല. ചെറിയൊരു ഗോൾഡ് കളർ ആകുവോളം ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 8 ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന മണം വരുവോളം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അടുത്തായിട്ട് മസാലയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യമേ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത മണം വന്നു കഴിഞ്ഞാൽ കൂർക്ക ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കൂർക്കയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പാകത്തിന് കഷ്ണങ്ങളാക്കി കഴിഞ്ഞാലും അത് കറി വെക്കുവോളം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാനും കൂടി ശ്രദ്ധിക്കുക. ക്ലീൻ ചെയ്തതിന് ശേഷം ചുമ്മാ വെച്ചിരിക്കുകയാണെങ്കിൽ ഇതാകെ കറുത്തു പോകും. പിന്നെ കറി വെച്ച് കഴിഞ്ഞാലും ആകെ കറുത്ത കറിയായി പോവും. അതുകൊണ്ട് എപ്പോഴും ഒന്ന് വെള്ളമൊഴിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറി വെക്കുന്ന സമയത്ത് നേരിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ കളറൊട്ടും പോകാതെ നമുക്ക് കറി വെക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ഇത് ചോട്ടി പിടിച്ച് ആകെ കരിഞ്ഞു പോവും. കുറുക്കി ഒരുപാട് വെള്ളം ഇറങ്ങാനില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തട്ടിപ്പൊത്തി വെച്ച് നന്നായിട്ടൊന്ന് ആവിയേറി വേവാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വെള്ളം പറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം.
കൂർക്ക നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആവി കയറിയാൽ തന്നെ കൂർക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നാലും ഒന്നുകൂടി മിക്സ് ചെയ്ത് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് പച്ചക്കുരുമുളക് ചതച്ചതാണ്. പച്ചക്കുരുമുളക് ചതച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പച്ചക്കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ ഉണക്ക കുരുമുളകാണേലും മതി. ഇതും കൂടി ഇനി ചേർത്ത് കൊടുക്കാം. കല്ലിലിട്ട് ചതച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തവി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കൂർക്ക മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഉപ്പേരി എന്നൊക്കെ പറയാം. ഇത് ശരിക്കും ചോറിന് മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വരെ ഇത് കോമ്പിനേഷനായിട്ട് കഴിക്കാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. കൂർക്ക സീസണാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ കൂർക്ക ഉപ്പേരി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്താൽ മാത്രം മതി. ഇത് നമ്മുടെ ഉപ്പേരി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഉപ്പേരിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കല്ലേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്